ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോസ്റ്റ്പാർട്ടം ജേർണിയെ കുറിച്ചാണ്. എൻ്റെ പോസ്റ്റ്പാർട്ടം ജേർണിയും എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പോസ്റ്റ്പാർട്ടം ജേർണി എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഡെലിവറി കഴിയുന്ന അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. പോസ്റ്റ്പാർട്ടം എന്താണ് ഈ പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്? ഡെലിവറി കഴിഞ്ഞുള്ള ഒരു പീരീഡിനെയാണ് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. ഈ പീരീഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രഗ്നന്റ് ആകാൻ അല്ലെങ്കിൽ കൺസീവ് ആകാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി പ്രിപ്പയർഡ് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഫിസിക്കലി പ്രിപ്പയർഡ് ആകുന്ന എങ്ങനെയാണ്? നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫോളിക് ആസിഡ് ഒക്കെ കഴിക്കാം. അത് കുഞ്ഞിന്റെ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതായത് നമുക്ക് തൈറോയിഡ്, ഷുഗർ, ഈ വക പ്രശ്നങ്ങളൊക്കെ, എന്തെങ്കിലും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കൺട്രോൾ ആക്കി ടെസ്റ്റ് ചെയ്ത് മെഡിക്കേഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കഴിച്ച് അത് വെൽ കൺട്രോൾഡ് ആക്കി വെക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിലും അതെല്ലാം ഡോക്ടറിനെ കണ്ട് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ മെന്റലി പ്രിപ്പയർഡ് ആകാം എന്ന് നോക്കാം. അതായത് നമ്മളൊരു അമ്മയാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് അമ്മമാർക്ക് മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല. പോസ്റ്റ്പാർട്ടം കൂടുതലും അമ്മമാർക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ പോലും ഇത് വേറൊരു രീതിയിൽ നമ്മുടെ അച്ഛന്മാരെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും ബാധിക്കുന്നുണ്ട്. അമ്മമാർക്ക് വരുന്നത് പോലെ തന്നെ കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അല്ലെങ്കിൽ കുറേയധികം സ്ട്രെസ്സിലൂടെ പുരുഷന്മാരും കടന്നു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അമ്മമാരുടെ കേസ് ആദ്യം നോക്കാം. അതായത് നമ്മളുടെ ഒരു കപ്പിൾ ലൈഫ് എന്ന് പറയുന്നത് കുഞ്ഞു വരുന്നതോടുകൂടി അവസാനിക്കുകയല്ല, ഒരു രൂപഭേദം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു രണ്ടുപേരെന്നുള്ള ലോകത്തിൽ മൂന്നാമതൊരാൾ വന്നു ചേരുകയാണ്. ഇനി രണ്ടാമത്തെ കുഞ്ഞാണെങ്കിലോ ഈ 3 പേരെന്നുള്ള ലോകത്ത് രണ്ടാമതൊരാളും കൂടി വരികയാണ്. അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വേറൊരു രീതിയിലും ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട വേറൊരു രീതിയിലുമാണ്. നമ്മൾ എപ്പോഴും കപ്പിളായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫുൾ സ്പേസ്, നമ്മുടെ ഫുൾ അറ്റൻഷൻ നമ്മുടെ പാർട്ട്ണർക്കായിരിക്കും കൊടുക്കുന്നത് അല്ലേ? എന്നാൽ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴോ നമ്മളുടെ ഈ അറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ചിരിക്കട്ടെ, ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരുപാട് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. അതായത് പ്രഗ്നൻസി തൊട്ട് തന്നെ നമുക്ക് നോക്കാം. പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമുക്ക് വയറ് വലുതാകുന്നുണ്ട്, ഓർക്കാനം, ഛർദില്, ചിലർക്ക് തലവേദന, ചിലർക്ക് നടുവേദന, ചിലർക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ചിലർക്ക് ഷുഗർ, പ്രഷർ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസിയിൽ അനുഭവിക്കുന്നവരുണ്ട്. ഇനി സ്മൂത്ത് ആയിട്ട് പോകുന്ന പ്രഗ്നൻസീസും ഉണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊന്നാണ് ഹോർമോണൽ ഇഷ്യൂസ്. നമുക്ക് ഹോർമോൺ വേരിയേഷൻ, നമ്മുടെ ശരീരത്തിൽ പ്രഗ്നൻസിയിൽ ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ നമ്മുടെ മൂഡിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിട്ട് കാണാറുണ്ട്, പെട്ടെന്ന് സങ്കടം വരുന്നതായിട്ട് കാണാറുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വളരെയധികം ഫീൽ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പൊ ഈ ദേഷ്യവും സങ്കടമൊക്കെ നമ്മൾ കാണിക്കുന്ന ആരെടുത്തായിരിക്കും? നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളെടുത്ത്. അത് ഓഫ് കോഴ്സ് മോസ്റ്റ്ലി നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, നമ്മുടെ അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ദേഷ്യമൊക്കെ കാണിക്കുമ്പോൾ ഇത്രയും നാളെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ട് നിന്ന ആള്, ഇത്രയും നാളെ എൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിന്ന ആള് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ, അതായത് ഇങ്ങനെ ഹോർമോൺ വേരിയേഷൻസ് അല്ലെങ്കിൽ ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഈ ഹസ്ബൻഡിന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവിടെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. അതായത് എന്തിനാ ഇവള് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേന്നുള്ള രീതിയിൽ പിന്നെ ഇത് റിപ്പീറ്റ് ആയിട്ട് അനുഭവിച്ച് വരുമ്പോൾ ഉള്ളിൽ ഒരു ദേഷ്യം വന്നു തുടങ്ങുകയും ഇവരുടെ ആ ഒരു ബോണ്ടിൽ ഒരു ചെറിയ അകൽച്ച വരാനും കാരണമാകുന്നു. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കുക. എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അത്രത്തോളം കൺട്രോൾ ചെയ്യുക. നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പാട്ട് കേൾക്കുന്നതോ നടക്കാൻ പോകുന്നതോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്തൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരു പരിധി വരെ ചെറുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇതൊക്കെ അവളുടെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക.
ആ ഇമോഷൻസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഒരു തൂണ് പോലെ നിൽക്കുക. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് ടാലി ആക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പ്രഗ്നൻസിയിൽ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്ത് സ്മൂത്ത് ആയിട്ടൊക്കെ പോയി ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അമ്മ ഒരുപാട് പെയിൻ അനുഭവിക്കും. അതായത് ഫസ്റ്റ് പെയിൻ നമുക്ക് എപ്പിസിയോട്ടമി കാണും. അതായത് താഴെ നമുക്കൊരു കട്ട് തന്നിട്ടായിരിക്കും നമ്മുടെ ബേബി വരുന്നത്. അതല്ല സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ ചെയ്തൊരു മുറിവുണ്ടാവും. അപ്പൊ ഈ മുറിവിന്റെയും സ്റ്റിച്ചിന്റെയും വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ടൈപ്പ് പെയിൻ. രണ്ടാമത്തെ പെയിൻ, കുഞ്ഞ് പാല് വലിച്ച് വലിച്ച് ചപ്പി 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 കുടിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ ഈ നിപ്പിളൊക്കെ പൊട്ടിയിട്ട് അടുത്ത പ്രാവശ്യം സക്കിയുമ്പോൾ ഉണ്ടാവുന്ന അതിഭയങ്കരമായ വേദന, അങ്ങനെ ഒരു ടൈപ്പ് പെയിൻ. ഇനി അതും അല്ലെങ്കിൽ പാല് നിറഞ്ഞു നിന്നിട്ട് ബ്രസ്റ്റ് ഇങ്ങനെ കല്ല് പോലെയായിട്ട് അതിനെ തുടർന്നുണ്ടാകുന്ന പെയിൻ. ഇനി അതുമല്ല, രാത്രി ഒന്നും ഉറക്കം കിട്ടുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇരുന്ന് ഫീഡ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, അതിന്റെ ക്ഷീണവും ബുദ്ധിമുട്ടും കൊണ്ടുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ. പിന്നെ നമുക്ക് ഹോർമോൺ വേരിയേഷൻ കൊണ്ടുണ്ടാവുന്ന ഇമോഷണൽ സ്ട്രെസ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം എന്ത് ചെയ്യും, ഈ പാവം അമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. ഡെലിവറിയുടെ സ്റ്റിച്ചിന്റെ പെയിനോ അല്ലെങ്കിൽ സിസേറിയന്റെ സ്റ്റിച്ചിന്റെ പെയിനോ ഒരു ഹസ്ബൻഡിനോ അമ്മയ്ക്കോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റൂ. ജസ്റ്റ് പെയിൻ കില്ലർ കഴിക്കുക, കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടക്കാനോ ഇരിക്കാനോ ഒരു പില്ലോ ഒക്കെ വെച്ച് അതിന്റെ മേളിൽ ഇരുത്താനോ അങ്ങനെ ചെയ്യാനായിട്ട് സഹായിച്ചു കൊടുക്കാം. അല്ലാതെ പെയിൻ നമുക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് പുള്ളിക്കാരി ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ബ്രസ്റ്റിന്റെ നിപ്പിൾ ക്രാക്ക് വരുന്നത്, അതിനെന്തെങ്കിലും നിപ്പ് കെയറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതും പുള്ളിക്കാരി സഹിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഉറക്കക്കുറവ്. ഉറക്കക്കുറവ് ഒരുപാട് നമ്മളെ സഫർ ചെയ്യിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അമ്മമാരാണ്, നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മദർ ആകൂ എന്നൊന്നുമില്ല. ഈ ലോകത്ത് ആരും ഒരു കാര്യത്തിനും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഫിസിക്കലി ഓക്കെ ആയിട്ട് വേണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കാൻ. ആ കുഞ്ഞിനെ നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആരോഗ്യം വേണം, അല്ലെങ്കിൽ അതിന് കിട്ടുന്ന കെയറും കുറവായിരിക്കും. അപ്പൊ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് റെസ്റ്റ് ആണ്, ഉറക്കമാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ ഉറക്കം എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള സമയം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആ സമയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്യാം. ബ്രസ്റ്റ് പമ്പ് ചെയ്ത് ഈ മിൽക്ക് ബോട്ടിലിനകത്താക്കിയിട്ട് കുഞ്ഞിനെ സേഫ് ആയിട്ട്, ഹസ്ബൻഡ് നോക്കാൻ വില്ലിങ് ആണ്, കൂടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ കയ്യിൽ കുഞ്ഞിനെയും പാലുമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് കൂടെ ഉണ്ട്, ആരാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അവരുടെ കയ്യിൽ കുഞ്ഞിനെയും പാലുമായിട്ട് കൊടുക്കുക. ഒരു 3-4 മണിക്കൂർ നല്ല കംഫർട്ടബിൾ ആയിട്ട് ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നന്നായിട്ട് ഉറങ്ങുക. അപ്പൊ എന്ത് ചെയ്യും, ഈ എല്ലാ ദിവസവും അങ്ങനെ കുറച്ച് സമയം കണ്ടുവെക്കുമ്പോൾ നമുക്ക് ഈ ഉറക്കം ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട്, ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ബോഡി ഫുൾ വീക്ക് ആവും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ വീക്ക് ആവും. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡി വീക്ക് ആവാണ്ടിരിക്കാൻ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക. കറക്റ്റായിട്ട് ഭക്ഷണം എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കുക. എങ്ങനെ ഹെൽത്തി വേൽ, അതായത് ഒരുപാട് ഫാറ്റും സാധനങ്ങളും ഒക്കെ വാരി വലിച്ച് തിന്നുമ്പോഴല്ല ഒരു പോസ്റ്റ്പാർട്ടം ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ട് എല്ലാ സാധനങ്ങളും ബാലൻസ്ഡ് മീലായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിറച്ച് വെള്ളം കുടിക്കുക. കാര്യം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നോക്കി തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഡെലിവറി കഴിഞ്ഞ ഉടനെ വെള്ളം കുടിക്കരുത്, സിപ്പായിട്ടേ കുടിക്കാവൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ ലോജിക്ക് എനിക്ക് അറിയില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ പാലുണ്ടാവാനും ഈ വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കുമായിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു 3-4 മണിക്കൂറത്തേക്ക് കുഞ്ഞിനെ പറ്റി ചിന്തിക്കേ വേണ്ട. കാര്യം നമ്മളുടെ ഒരു സേഫ് ഹാൻഡിലാണ് നമ്മൾ കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുന്നത്, അല്ലേ? വിശന്ന് കരയാണെങ്കിൽ കൊടുക്കാം, പാലുമുണ്ട്. പിന്നെ എന്തിനാ നമ്മൾ വറി ചെയ്യുന്നത്? കുറച്ച് സമയം സമാധാനമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ നമ്മൾ ഫിസിക്കലി ഒന്ന് ഓക്കെ ആയിട്ട് ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഒരു മോമീസ് ഗിൽറ്റ് എന്ന് പറഞ്ഞ സാധനം വരും. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ചിലർക്കൊക്കെ 10-40 ദിവസം ലീവൊക്കെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് വരും. ചിലർക്ക് ദൂര സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. നമ്മുടെ സിറ്റുവേഷൻ നമുക്കേ അറിയത്തുള്ളൂ. അതുപോലെ നമുക്ക് ജോലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും നമുക്കേ അറിയത്തുള്ളൂ. ഇപ്പം നമ്മുടെ ജോലി സാഹചര്യം വെച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് നമ്മുടെ പേരൻസിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ജോലി ചെയ്യേണ്ടത് ഫിനാൻഷ്യലി നമ്മുടെ ആവശ്യമായിരിക്കും.
ചിലപ്പോൾ മെന്റലി, ചിലപ്പോൾ ചില ജോലികൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കും. ആ ജോലി വിട്ടിട്ട് കുഞ്ഞിനെ നോക്കുമ്പോൾ അവർ തന്നെത്താനെ സ്ട്രെസ്ഫുൾ ആവുകയും ഈ സ്ട്രെസ് കുഞ്ഞിന്റെ അടുത്തോട്ടും റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. എന്ന് വെച്ചിട്ട് കുഞ്ഞിന്റെ കാര്യം തീരെ നോക്കണ്ടെന്നോ കുഞ്ഞിന്റെ കാര്യം തിരക്കണ്ടെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ക്വാളിറ്റി ടൈം, അത് പൊടിക്കുഞ്ഞാവട്ടെ വലിയ കുഞ്ഞുങ്ങളാവട്ടെ, എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ടൈം കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഫോണോ ടിവിയോ ഒന്നും ഇല്ലാതെ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൂരെയുള്ള അമ്മമാർക്ക് ഇപ്പൊ കൂടെ ഇരുന്ന് കളിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, എല്ലാ ദിവസവും കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റാവശ്യത്തിനുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ചെയ്തു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി നമ്മളിങ്ങനെ ഫിസിക്കലി മെന്റലി ഒക്കെ ഓക്കെ ആയി അമ്മമാരിയ്ക്കുകയാണ്, മോമീസ് ഗിൽറ്റ് ഒക്കെ മാറ്റി വെച്ച് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലിക്കും ഒക്കെ പോയി നമ്മുടെ കുഞ്ഞിന്റെ കാര്യം. ഇതൊരു ബാലൻസ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പേരൻസ് കാണും, ഹസ്ബൻഡിന്റെ പേരൻസ് കാണും, അല്ലെങ്കിൽ തിരിച്ചായാലും വൈഫിന്റെ പേരൻസ് കാണും, അതുപോലെ ഹസ്ബൻഡ്, പേരൻസ്, കുട്ടികള്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ജോലി, വീട്ടുജോലി, ഇതൊക്കെ ഒരു ബാലൻസ് ആണ്. ഇപ്പൊ രണ്ടുപേര് തന്നേക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ജോബ് ഷെയർ ചെയ്തെടുക്കുക. കിച്ചൺ ഡ്യൂട്ടി ആയിക്കോട്ടെ, ക്ലീനിങ് ഡ്യൂട്ടി ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നതായിട്ട് ഇതെല്ലാം കൂടെ ഷെയർ ചെയ്തെടുക്കുക. അപ്പൊ ആർക്കും ഒരു ബേർഡൺ ആവില്ല, എല്ലാവർക്കും ഈക്വലി ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഇൻകം രണ്ടുപേരും കൂടെ ജോലി ചെയ്ത് കണ്ടെത്താം. ആരും സപ്രസ്ഡ് ആവുകയോ ഡിപ്രസ്ഡ് ആവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഹസ്ബൻഡും വൈഫും ഒരു ബാലൻസിൽ ഈ ഫാമിലിയെ കൊണ്ടുപോയാൽ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് രണ്ടുപേരും റെഡി ആയിരിക്കണം, രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഹസ്ബൻഡ് സൈഡിലേക്ക് നോക്കാം. ഹസ്ബൻഡ് സൈഡിലാണെങ്കിൽ നമ്മുടെ ലൈഫിലോട്ടൊരു കുഞ്ഞു വരുമ്പോൾ എന്നും ഇപ്പം എന്താ, ഭാര്യ ചിലപ്പം ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് ഹസ്ബൻഡിന്റെ കൂടെ ആയിരിക്കും കിടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഡെലിവറി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫീഡിങ്ങും കാര്യമൊക്കെ ആയിട്ട് അമ്മ എന്ത് ചെയ്യും, എപ്പോഴും കുഞ്ഞായിട്ട് ബിസി ആയിരിക്കും. ഇപ്പോൾ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹസ്ബൻഡ് വീട്ടിലോട്ട് വന്നാലും ചിലപ്പോൾ അമ്മ കുഞ്ഞിന്റെ സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാ പാല് കൊടുക്കാനുള്ള ഈസിനെസ്, അല്ലെ കുഞ്ഞിനെ തട്ടി ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിനെസ്. കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാലോ ഹസ്ബൻഡ് എടുത്തോട്ട് തിരിഞ്ഞു കിടക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർ ടയേർഡായിരിക്കും, ഇങ്ങനെ ഉറക്കമൊക്കെ കളഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവരും ടയേർഡായിരിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യും, ഹസ്ബൻഡിന് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് ഇത്രയും കാലം എൻ്റെ കൂടെ ചേർന്ന് കിടന്ന ആള്, ഇത്രയും കാലം എൻ്റെ കൂടെ സംസാരിക്കാനുള്ള ആള്, ഇപ്പൊ നമ്മള് വൈഫിനെ ഫോൺ വിളിച്ച് സ്ഥിരം സംസാരിക്കുന്ന ആളാണ്, ജോലിക്ക് പോയാലും എന്നിരിക്കട്ടെ, കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയും കുഞ്ഞ് കരയുന്നു, വെച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യും. ഇതും ഹസ്ബൻഡിന് ഭയങ്കര മോശമായിട്ട് വരാം. എനിക്ക് നീ ഇപ്പൊ സമയം തരുന്നില്ല, ഞാൻ വിളിച്ച എന്നോട് സംസാരിക്കാൻ സമയമില്ല, വീട്ടിൽ വന്നാൽ സമയമില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, സംസാരിക്കാനും എടുക്കാനും സമയമില്ലാത്തത് നമ്മുടെയും കൂടെ കുഞ്ഞിനെ നോക്കി വളർത്തുന്നത് കൊണ്ടാണ്. അത് പരാതി പറയുന്നതിന് പകരം നമ്മളത് മനസ്സിലാക്കിയിട്ട് അവളുടെ ജോലിഭാരം കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഈ അമ്മയും ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് കുഞ്ഞിനെ കുറച്ചു നേരം അവരുടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് കുറച്ച് സമയം, ഒന്നുകിൽ ഒരു അരമണിക്കൂർ പുറത്തു പോവോ അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയോ ചെയ്യാം. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. നമ്മൾ എല്ലാവർക്കും നമ്മുടെ ടൈം ഡിവൈഡ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാനായിട്ട് സഹായിക്കും. നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ എവിടെയാണ് പോകുന്നതെന്ന് നോക്കുക. അധിക നേരം എപ്പോഴും കിടന്നുറങ്ങുന്ന ആൾക്കാർ കാണാം. അങ്ങനെ അധിക നേരം കിടന്നുറങ്ങുന്നവരാണെങ്കിൽ ഉറക്കം കുറയ്ക്കുക, ഒരു 8 മണിക്കൂറിലോട്ടൊക്കെ ഉറക്കം കുറയ്ക്കുക. ഒരുപാട് സമയം ഫോണിൽ യൂട്യൂബോ അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് സമയം പാഴാക്കി കളയുന്നവരാണെങ്കിൽ നമുക്ക് പ്രയോറിറ്റി, ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കണ്ടോ പ്രശ്നമില്ല, അതല്ല നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് സിനിമ കാണും, അവർക്ക് എന്താണോ ഇഷ്ടം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഭാര്യ ഭർത്താവിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും ഭർത്താവ് ഭാര്യയുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പെരുമാറാൻ ശ്രമിച്ചാൽ തന്നെ ഒരു മുക്കാ പ്രശ്നങ്ങളും തീരും. അതിന് തയ്യാറാകാത്ത അല്ലെങ്കിൽ ഒരു ഈഗോസെൻട്രിക് ആയിട്ട് നിൽക്കുന്നതാണ് പല പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. ഈ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകാം, ഇന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യാമെന്ന് പ്രഗ്നൻസിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും നമുക്കൊരു ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടും സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.